ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും അവരുടെ സ്കിന്ന് കുറച്ച് ഗ്ലോ ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അതിനു മുമ്പ് ചില പ്രധാന കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഓരോ നാടിനെയും അനുസരിച്ചിട്ടാണ് അവിടെയുള്ള ആളുകളുടെ സ്കിൻ ടോണ്, ഹെയറിൻ്റെ കളർ, അതായത് മുടിയുടെ കളറ്, കണ്ണിൻ്റെ ഐറിസിൻ്റെ കളറ് എന്നിവയൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. അതായത് ഏറ്റവും കൂടുതൽ UV റേസ് ഉള്ളിടത്ത് സ്കിന്ന് ഡാർക്ക് കളറായിരിക്കും. പിന്നെ ജനറ്റിക് വേരിയേഷൻസും ഇതിൽ പെടും കേട്ടോ. നമ്മുടെ ശരീരത്തിലെ സെല്ലുകളെ, എസ്പെഷ്യലി നമ്മുടെ സ്കിന്ന്, ഹെയർ, പിന്നെ നമ്മുടെ ഐസ് എന്നിവയിലേക്കുള്ള സെല്ലുകളെ UV റേസ്, അതായത് അൾട്രാ വയലറ്റ് രശ്മിയിൽ നിന്നും രക്ഷിക്കുന്ന കവചം പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ് മെലനിൻ എന്ന് പറയുന്നത്. മെലാനോസൈറ്റ്സ് എന്ന് പറയുന്ന പ്രത്യേക സെല്ലുകളാണ് മെലനിൻ നിർമ്മിക്കുന്നത്. വെൻ അവർ സ്കിൻ ഈസ് എക്സ്പോസ്ഡ് ടു ദ സൺ, മെലാനോസൈറ്റ്സ് കൂടുതൽ മെലാനിൻ നിർമ്മിക്കാൻ പ്രേരിതമാകുന്നു. ഇതൊരു സ്വാഭാവിക പ്രതിരോധ സംവിധാനമാണ് ഫർദർ സ്കിൻ ഡാമേജിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ ഷീൽഡ് ചെയ്യാനായിട്ട്. ഈ മെലനിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് UV റേസിൽ നിന്നുള്ള ലൈറ്റിനെ ആഗിരണം ചെയ്ത് നമ്മുടെ സ്കിന്നിന്റെ മുകളിലുള്ള ലെയേഴ്സിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഹാംഫുള്ളായ UV റേസിനെ അകറ്റി നിർത്തുന്നതിലൂടെ ഇത് നിങ്ങളുടെ സെല്ലുകളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ജനറ്റിക് മെറ്റീരിയൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. കീപ് ഇൻ മൈൻഡ്, ഈ മെലനിൻ മാത്രമായിട്ട് നിങ്ങളുടെ സ്കിന്നിനെ സൺ ഡാമേജിൽ നിന്നും രക്ഷപ്പെടുത്താനാവില്ല. That's why it is so important to wear sunscreen lotion or appropriate clothing whenever you are outside. അപ്പോൾ ഗൈസ്, എനിക്കറിയാം നിങ്ങളിൽ എല്ലാവർക്കും, ഒരുവിധം എല്ലാവർക്കും ഈ മെലനിൻ എന്താണെന്ന് അറിയാമെന്ന്. എന്നാലും ഞാൻ ഈ ഒരു വീഡിയോ ഇടാനായിട്ട് പ്രത്യേക കാരണമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിൽ പലർക്കും നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടെ ഫെയർ ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല പല കാര്യങ്ങളാണ് അവർ ചെയ്തു കൂട്ടുന്നത്. അതിലൊന്നാണ് ഗ്ലൂട്ടാതയോൺ അടങ്ങിയ ക്യാപ്സൂൾ കഴിക്കുന്നവരും അതടങ്ങിയ ഇഞ്ചക്ഷൻ എടുക്കുന്നവരും. അതുകൂടാതെ ഫേസിലെ ഹൈപ്പർ പിഗ്മെന്റേഷനൊക്കെ കുറച്ചിട്ട് റേഡിയന്റ് ഗ്ലോ ആകാൻ വേണ്ടിയിട്ട് ഗ്ലൂട്ടാതയോൺ അടങ്ങിയ ക്രീം ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഇതൊന്നും കഴിക്കാതെ നമുക്ക് നാച്ചുറലായിട്ട് ഗ്ലൂട്ടാതയോൺ കൂട്ടാനുള്ള വഴികളുണ്ട്. അതിനു മുമ്പേ ഈ ഗ്ലൂട്ടാതയോൺ എന്താണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്, അതെന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഗ്ലൂട്ടാതയോൺ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. സിസ്റ്റീൻ, L-ഗ്ലൂട്ടാമിക് ആസിഡ്, ഗ്ലൈസിൻ എന്നീ അമിനോ ആസിഡുകൾ ചേർന്ന് എൻസൈമാറ്റിക് റിയാക്ഷൻസ് വഴി ഉണ്ടാകുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഈ ഗ്ലൂട്ടാതയോൺ. ഇത് നിർമ്മിക്കുന്നത്, അതായത് ഗ്ലൂട്ടാതയോൺ നിർമ്മിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും, എസ്പെഷ്യലി കരളിലെയും നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ സെല്ലുകളിലുമൊക്കെയാണ്. അവയൊക്കെയാണ് ഇത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിർമ്മിക്കുന്നത് എന്തിനാണെന്നറിയാവോ? നമ്മുടെ ഹെൽത്തും പിന്നെ ഡീടോക്സിഫിക്കേഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഇത് നിർമ്മിക്കപ്പെടുന്നത്. ഈ ഗ്ലൂട്ടാതയോൺ പൊല്യൂഷൻ, സ്ട്രെസ്, പിന്നെ അതർ ഹാംഫുൾ ഇൻഫ്ലുവൻസിന്റെ ഒക്കെ കാരണത്താൽ ഡാമേജ് ആയ സെല്ലുകളെയൊക്കെ റിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇത് മാത്രമല്ല, മെലനിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടെ വെളുക്കുന്നു. ഇതൊക്കെ കാരണമാണ് ഇന്ന് പലരും ഗ്ലൂട്ടാതയോൺ അടങ്ങിയ ക്യാപ്സൂളും ഇഞ്ചക്ഷൻ എടുക്കുകയൊക്കെ ചെയ്യുന്നതും പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്ലൂട്ടാതയോൺ അടങ്ങിയ ക്രീമൊക്കെ ഉപയോഗിക്കുന്നതും. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് ഗ്ലൂട്ടാതയോൺ കൂട്ടാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലേക്ക് നമുക്ക് കടക്കാം. അതിനായി നമ്മുടെ ഭക്ഷണത്തിൽ സൾഫർ കണ്ടെയ്ൻഡ് അമിനോ ആസിഡുകൾ അടങ്ങിയ മീറ്റ്, ഫിഷ്, എഗ്, ബ്രൊക്കോളി, ക്യാബേജ്, ഓണിയൻ എന്നിവയും സെലനിയം റിച്ച് ഫുഡായ ഷ്രിംസ് അല്ലെങ്കിൽ പ്രോൺസ്, എഗ് വൈറ്റ്സ്, സാൽമൺ ഫിഷ്, മസിൽസ്, ഓയിസ്റ്റർ, പിന്നെ ട്യൂണ, ലിവർ, വൈറ്റമിൻ C അടങ്ങിയ ബ്ലാക്ക് ബെറീസ്, പപ്പായ, ഓറഞ്ചസ്, സ്ട്രോബെറീസ്, ലെമൺ, കിവി എന്നിവയും ഉൾപ്പെടുത്തുക. ഇത് മാത്രമല്ല കേട്ടോ, റെഗുലർ എക്സർസൈസും ആവശ്യത്തിനുള്ള സ്ലീപ്പ്, അതായത് ഒരു 7 to 8 മണിക്കൂർ മിനിമം ഉറങ്ങുകയും പിന്നെ സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യാം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഷെയ്ഡിൽ നിന്നും ഒരു 1 to 2 ഷെയ്ഡ്സ് വരെ ഉയർത്താവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.